മൂങ് ദാൽ അല്ലെങ്കിൽ ഗ്രീൻ ഗ്രാം അല്ലെങ്കിൽ നമ്മുടെ ചെറുപയർ എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് പ്രോട്ടീനാണ്. പക്ഷേ ഇറ്റ്സ് എൻ ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ. അത് പലർക്കും അറിയില്ല. ഇത് കംപ്ലീറ്റ് പ്രോട്ടീൻ ആവണമെങ്കിൽ അനദർ ഹോൾ പ്രോട്ടീനിൽ നമ്മൾ മിക്സ് ചെയ്യുകയോ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ കൂടെ കഴിക്കുകയോ വേണം. എങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് എൻറ്റയർ പ്രോട്ടീൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ പലർക്കും ഇത് മുളപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് പോലും അറിയില്ല. അപ്പോൾ ഇതൊരു വളരെ ഫണ്ണി ആയിട്ടുള്ള വീഡിയോ ആണ് ആക്ച്വലി. ഇത് മുളപ്പിക്കുന്നത് അത്ര വലിയ സംഭവമല്ല എന്ന് ചിലർക്ക് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ ചിലർക്ക്, എൻ്റെ പേഴ്സണൽ ക്ലയൻസിൽ പലർക്കും ഇത് മുളപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് പോലും അറിയില്ല. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. പയർ മുളപ്പിക്കുന്നതിന് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന്, ടെമ്പറേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്ന് എനിക്ക് മെസ്സേജ് അയക്കുന്നവർക്ക്, ഇപ്പോൾ കാനഡ, USA പോലുള്ള സ്ഥലങ്ങൾ, ഓസ്ട്രേലിയ പോലുള്ള എൻ്റെ അതർ ക്ലയൻറ്റ്സ് അവിടെ നിന്ന് മുളയ്ക്കുന്നില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം കൊണ്ടാണ്. ഇനി ടെമ്പറേച്ചർ ഓക്കെയാണ് എങ്കിലും മുളയ്ക്കുന്നില്ലെങ്കിൽ അത് പയറിൻ്റെ ക്വാളിറ്റിയാണ്. നല്ല ക്വാളിറ്റിയുള്ള പയറാണെങ്കിൽ മാത്രമേ അത് മുളച്ച് വരുള്ളൂ. അതും വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്ത് സാധനവും വിത്ത് നല്ല ഗുണമുള്ളതായിരിക്കണ്ടേ, അത് തന്നെ. സോ അതിനെ നമ്മൾ ഓവർ നൈറ്റ് വെള്ളത്തിലിട്ട് വെക്കുക. രാവിലെ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഊറ്റിയെടുക്കുക. നല്ല വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് അതെന്താ മുളയ്ക്കാത്തതെന്ന് ചോദിക്കരുത്. ജസ്റ്റ് ഒന്ന് ഊറ്റിയെടുത്തതിന് ശേഷം ഇതേപോലെ ഓവർ നൈറ്റ് വെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് ഊറ്റിയെടുത്തതിന് ശേഷം ഇതുപോലൊരു നനഞ്ഞ തുണി അതിൻ്റെ മീതെ ഇങ്ങനെ ഇട്ട് വെച്ചേക്കുക. എന്നിട്ട് രാവിലെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 4 PM ഒക്കെ ആകുമ്പോൾ, ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും അത് ഇതുപോലെ നല്ല പോലെ മുളച്ച് വന്നിട്ടുണ്ടായിരിക്കും. വീണ്ടും നിങ്ങൾ ഇതുപോലെ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ, ഒരു രാത്രി കൂടി വെക്കുകയാണെങ്കിൽ അത് മുളച്ച് വലിയ മുളകൾ പൊട്ടി വന്നിട്ടുണ്ടായിരിക്കും. സോ ഇങ്ങനെയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് കുറച്ചുകൂടി മുള പൊട്ടിയതിന് ശേഷമാണെങ്കിൽ കുറച്ചുകൂടി സോഫ്റ്റായിട്ട് കിട്ടും. അതും ഭയങ്കര നല്ലതാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഇത് ഇൻകംപ്ലീറ്റ് പ്രോട്ടീനാണ്. എസെൻഷ്യൽ അമിനോ ആസിഡ്സിൽ ചിലത് മിസ്സിംഗ് ആണ്. സോ കംപ്ലീറ്റ് പ്രോട്ടീൻ ആവണമെങ്കിൽ യു ഷുഡ് മിക്സ് ഇറ്റ് വിത്ത് അനദർ കംപ്ലീറ്റ് പ്രോട്ടീൻ ഓർ വിത്ത് കാർബോഹൈഡ്രേറ്റ്സ്. ആ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു. ലവ് യു.